നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബ്രീഫ് റിവിഷൻ ആണ് നടത്തുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യും. ഓക്കെ, ഫൈൻ. ജസ്റ്റ് നമുക്ക് ഒരു ചാപ്റ്ററിന്റെ ബ്രീഫ് മാത്രമേ നമ്മുടെ ഔട്ട്ലൈൻ ചെയ്യുന്നുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാരാമീറ്റർ ആണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ള 2 ഫാക്ടറുകളാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് അനാലിസിസിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വളരെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ അനാലിസിസിൽ നമ്മൾ വാട്ടർ കളക്ട് ചെയ്യുന്നത് പോലെ, ബ്ലഡ് അനാലിസിസിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് പോലെ, ഇതൊക്കെ സാമ്പിളിങ്ങിന് ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ പലപ്പോഴും പല എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല എറേഴ്സ് വരാറുണ്ട്. ഇറ്റ് ക്യാൻ ബി either ഹ്യൂമൻ എറർ, പേഴ്സണൽ എറർ, മീൻസ് ഇൻസ്ട്രുമെന്റൽ എറർ എക്സെട്ര. അപ്പൊ ബേസിക്കലി നമ്മൾ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. ബേസിക്കലി അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും നമുക്ക് എറർ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എറർ ഉണ്ടെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഐഡിയൽ ആയിട്ട് ഒരു ഫാക്ടർ നമുക്ക് വേണം. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു വാല്യൂ ഈ ഐഡിയൽ ഫാക്ടറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എററിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് modulus of experimental value minus theoretical value whole divided by theoretical value into 100. ഓക്കെ, അങ്ങനെ നമുക്ക് എറർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന 2 ടെർമിനോളജികളാണ് നമ്മുടെ എക്സ്പെരിമെന്റുകളിൽ നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ടേമുകളാണ് ആക്യുറസിയും പ്രിസിഷനും എന്ന് പറയുന്നത്. ആക്യുറസി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ഈ ഐഡിയൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ വാല്യൂ ആയിട്ട് എത്രത്തോളം ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ് ആക്യുറസി എന്ന് പറയുന്ന ഫാക്ടർ മീൻ ചെയ്യുന്നത്. ഓക്കെ, പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടിന്റെ കൺസിസ്റ്റൻസിയാണ് പ്രിസിഷൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് കിട്ടാം. ഈ വാല്യൂകളെല്ലാം ഒരേ വാല്യൂ അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള വാല്യൂകളാണെങ്കിൽ പ്രിസിഷൻ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, സപ്പോസ് നിങ്ങളുടെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്, നിങ്ങൾക്ക് കിട്ടുന്നത് 19.1 ഈ റേഞ്ചിലാണ്. ആക്ച്വലി നിങ്ങളുടെ വാല്യൂ ആക്യുറേറ്റ് അല്ല, പക്ഷെ പ്രിസൈസ് ആണ്. ഓക്കെ, ഇനി കറക്റ്റ് 18 തന്നെ കിട്ടിയാൽ നിങ്ങളുടെ വാല്യൂ എന്താണ്? ആക്യുറേറ്റും പ്രിസൈസും ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു പ്രിസിഷൻ മെജർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടും തോറും പ്രിസിഷൻ കുറയും എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും തോറും പ്രിസിഷൻ കൂടുമെന്ന് പറയാം. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി അതിന്റെ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് ഡിഫറൻസ് ഫ്രം മീൻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഡാറ്റകളിൽ ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ടാവും, ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂ എന്ന് പറയുന്നത് ജനറലി XI എന്ന് നൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ മീൻ വാല്യൂ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പൊ മുകളിൽ ഡിനോമിനേറ്ററിൽ കൊടുത്തത് സം ഓഫ് ഡിഫറൻസ് ഓഫ് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ എക്സ് മൈനസ് എക്സ് ബാർ കണ്ട് അതിന്റെ സ്ക്വയറിന്റെ സമ്മേഷൻ ചെയ്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഫാക്ടറിനെയാണ്, ഇതിലുള്ള ഈ മൊത്തം ഫാക്ടറിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. ഈ വാരിയൻസിന്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് സിംപ്ലി സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ഫിസിക്കൽ പാരാമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ സോൾട്ട് അനാലിസിസിൽ ഉപയോഗിക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടേമുകളാണ് സോല്യൂബിലിറ്റി പ്രോഡക്റ്റ്, അതുപോലെ ഒരു കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ ഒരു സ്പാരിംഗ്ലി സോല്യൂബിൾ സോൾട്ടിനെ നമ്മൾ അതിനെ അക്വസ് മീഡിയത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ്
ഓക്കെ, അയോൺസിന്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി ഇതിപ്പോ നമുക്ക് ജനറലി ഇഫ് യു ഹാവ് BnAm സിംപ്ലി കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓക്കെ റൈറ്റ്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യുക? n into b raised to m plus m into a raised to n plus n minus n minus. Okay, right. അപ്പൊ ഇതിന്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP is equal to concentration of b raised to m plus whole raised to n into a raised to n minus whole raised to m. ഓക്കെ, ഞാൻ ഇവിടെ വേറെ ടിപ്പിക്കൽ ഇവിടെ കൊടുത്തതിന്റെ ചെറിയ മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ ഓക്കെ, അപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ എന്നിട്ട് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ത് ചെയ്യണം? പവർ ചെയ്യണം. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ചെയ്യണം. അപ്പൊ സോലിബിലിറ്റി പ്രോഡക്റ്റ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന പ്രസിപ്പിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സൊല്യൂഷൻ അത് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇതിന്റെ അയണിക് പ്രോഡക്റ്റ്, ആക്ച്വലി സോലിബിലിറ്റി പ്രോഡക്റ്റ് ഈസ് നത്തിങ് ബട്ട് സ്പെഷ്യൽ കേസ് ഓഫ് അയണിക് പ്രോഡക്റ്റ്. അപ്പൊ എപ്പോഴാണ് സോലിബിലിറ്റി പ്രോഡക്റ്റ് അയണിക് പ്രോഡക്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷന് ഒരു ബന്ധപ്പെട്ട രീതിയിലാവുന്നത്? അപ്പോഴാണ് എന്താവുന്നത്? പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. അപ്പൊ ഇഫ് സൊല്യൂഷൻ ഈസ് അൺസാച്ചുറേറ്റഡ്, യുവർ അയണിക് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. If solution is saturated, ionic product is equal to solubility product. If solution is said to be super saturated, ionic product greater than solubility product. അപ്പോൾ ionic product solubility product exceed ചെയ്യുന്ന സമയത്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് ആവുന്നത്. ആ സമയത്താണ് അവിടെ precipitation നടക്കുന്നത്. സോ ionic product exceed ചെയ്യണം എന്തിനെ? solubility productനെ. ഓക്കെ, ഇനി കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈഡ്ലി സോൾട്ട് അനാലിസിസിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പല സിറ്റുവേഷൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജനറലി കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സപ്രഷൻ ഓഫ് അയനൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൺ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് കോമൺ അയൺ. അതായത് നമ്മൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാം. എത്തരം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം? അതിന് കോമൺ അയോൺ ഉണ്ടായിരിക്കണം. ആരുമായിട്ട്? വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ എനിക്ക് AX എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സോ പാർഷ്യൽ അയണൈസേഷനെ അവിടെ ഉണ്ടാകത്തുള്ളൂ. സോ ഇറ്റ് അയണൈസ്ഡ് ആസ് X മൈനസ് പ്ലസ് A പ്ലസ്. ഓക്കെ, ഇങ്ങനെ അയണൈസ് ചെയ്യും. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാണ്. ഇതിലോട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതിന് എന്ത് വേണം? ഒരു കോമൺ അയോൺ വേണം. ഓക്കെ, കോമൺ അയോൺ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ എം ആഡിങ് AI. ഓക്കെ, സിംപ്ലി AI. അപ്പൊ ഈ AI എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതിന് A പ്ലസ് എന്ന് പറയുന്ന കോമൺ അയോൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെ A പ്ലസ് എന്ന് പറയുന്ന കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബേസിക്കലി സംഭവിക്കുക A പ്ലസ് എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ ലീ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ അനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? ഈ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് പിന്നെ നടക്കുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ ഫേവർ ചെയ്യുക. അതാണ് സപ്രഷൻ ഓഫ് ദ അയണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അയണൈസേഷൻ സപ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതെങ്ങനെയാ സപ്രസ് ചെയ്യുക? നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് കോമൺ അയോണും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എലിമിനേഷൻ ഓഫ് ഇന്റർഫിയറിംഗ് ആനയോൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പലപ്പോഴും ഇന്റർഫിയർ ചെയ്യുന്ന ആനയോൺ എന്ന് പറയുന്ന ഓക്സലേറ്റ് ആണ്. അത് ഗ്രൂപ്പ് 3-ലാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ഹീറ്റിംഗ് വഴിയാണ്. അതായത് ഒരു ചൈന ഡിഷിൽ നമ്മുടെ സോൾട്ട് ഇട്ടിട്ട് നമ്മൾ അതിനെ ശക്തിയായിട്ട് ചൂടാക്കുന്നു. അപ്പൊ ഓക്സലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇന്റർഫിയറിംഗ് ആനയോൺ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ബോറേറ്റ് എന്ന് പറയുന്ന ഒരു ആനയോൺ നമുക്ക് റിമൂവ് ചെയ്യണേ. നിങ്ങളുടെ സോൾട്ടിന് ഇതുപോലെ ചൈന ഡിഷിൽ വെച്ചിട്ട് കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഹീറ്റിംഗ് വിത്ത് HCl, ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഫോർ എലിമിനേറ്റിംഗ് ബോറേറ്റ്. ഓക്കെ, ഇഫ് യു ഹാവ് ഫ്ലൂറൈഡ് ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ശക്തിയായിട്ട് HCl ചൂടാക്കുന്ന സമയത്തും നമുക്ക് ഫ്ലൂറൈഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ ഫോസ്ഫേറ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് പ്രസിപ്പിറ്റേഷൻ സ്ട്രാറ്റജി വെച്ചിട്ടാണ്. ഒന്നെങ്കിൽ ഇതിനെ സിർക്കോണിയം നൈട്രേറ്റും ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ സിർക്കോണിയം ഫോസ്ഫേറ്റ് ആയിട്ട് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, സിർക്കോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഫോസ്ഫേറ്റ് സിർക്കോണിയം ആയിട്ട് റിയാക്ട് ചെയ്ത് സിർക്കോണിയം ഫോസ്ഫേറ്റ് സോൾട്ട് ഫോം ചെയ്യും. അത് സോൾട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. നമുക്ക് അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എലിമിനേഷൻ. ഇന്റർഫെറിംഗ് ആനിയോൺസ് ഈ രീതിയിലാണ് എലിമിനേറ്റ് ചെയ്യുക. പലപ്പോഴും എക്സാമിന് ചോദിക്കുക ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ് ചോദിക്കുക. അപ്പോൾ ഓക്സലേറ്റ് സ്ട്രോങ് ഹീറ്റിംഗ്, ബോറേറ്റ് ട്രീറ്റിംഗ് വിത്ത് HCl, അല്ലെങ്കിൽ ഹീറ്റിംഗ് വിത്ത് HCl, ഫ്ലൂറൈഡും ഹീറ്റിംഗ് വിത്ത് HCl, ഫോസ്ഫേറ്റ് ട്രീറ്റിംഗ് വിത്ത് സിർക്കോണിൽ നൈട്രേറ്റ് ഓർ സിർക്കോണിൽ ക്ലോറൈഡ്. ഓക്കെ, and complexometry, conductometry, potentiometry, these are the different analytical tool. Quantitative analysis in ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഇതിൽ കോംപ്ലക്സോമെട്രി നമുക്കറിയാം ഒരു വോള്യൂമെട്രിക് അനാലിസിസ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈട്രന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് EDTA എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ആണ്. ആ ലിഗാൻഡ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. നമ്മൾ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇത് ഒരു കോംപ്ലക്സിങ് ഏജന്റ് ആണ്. സിമ്പിൾ ആയിട്ട് കോംപ്ലക്സ് ചെയ്യുന്നതല്ല, ഒരു കിലേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഒരു കിലേറ്റിംഗ് ഏജന്റ് ആണ്. കിലേറ്റിംഗ് ഏജന്റ് എന്ന്, കിലേഷൻ എന്ന് പറഞ്ഞാൽ റിങ് ഫോം ചെയ്യുക, അതായത് ഒരു എല്ലാ ഭാഗത്തു നിന്നും ഒരു കാറ്റിയോണിലോട്ട് ബോണ്ട് ഫോം ചെയ്യുക, എന്ത് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുക. ജനറലി നമ്മൾ ഈ ഒരു കോംപ്ലക്സോമെട്രി ഉപയോഗിക്കുന്നത് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും എസ്റ്റിമേഷൻ ആണ്. അപ്പൊ അനലൈറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക മെറ്റൽ അയോൺ ആണ്. അത് സാധാരണ ഉപയോഗിക്കുന്നത് കാൽഷ്യവും മെഗ്നീഷ്യം ആണ് ജനറലി. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇതൊരു വൈഡായിട്ട് ഈ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഓക്കെ, വാട്ടറിന്റെ ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞ് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും എക്സസ് എമൗണ്ട് ആണ്. സോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ നമുക്ക് ഇതുവഴി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മുടെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ കർവുകളാണ്. കണ്ടക്ടോമെട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ കണ്ടക്ടൻസ് വേഴ്സസ് കണ്ടക്ടൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വോള്യൂമെട്രിയിൽ നമ്മൾ വോള്യത്തിനനുസരിച്ചുള്ള ന്യൂട്രലൈസേഷൻ ആണ് നോക്കുന്നത്, റൈറ്റ്. കണ്ടക്ടോമെട്രിയിൽ നമ്മൾ വോള്യത്തിനനുസരിച്ച്, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ടൈട്രന്റിന്റെ അല്ലെങ്കിൽ ടൈട്രന്റിന്റെ അളവിനനുസരിച്ച് ഇതിന്റെ കണ്ടക്ടൻസിൽ വരുന്ന വേരിയേഷൻ ആണ്. പലതരത്തിലുള്ള ടൈട്രേഷൻ കർവ് ഉണ്ട്. ഒന്നാമതായി ഇവിടെ കൊടുത്തിട്ടുള്ളത് HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ആണ് ഇത്. ഇതിന്റെ ട്രെൻഡ് നോക്കൂ. ഇനീഷ്യലി നിങ്ങളുടെ ഹൈ കണ്ടക്ടൻസിൽ നിന്നും അത് ഗ്രാജുവലായി ഡിക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിയതിനു ശേഷം പിന്നെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു V ഷേപ്ഡ് ആണ്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രോങ് ആസിഡിന്റെ ട്രെൻഡ് സ്ലോപ്പ്, ഒരു ഗ്രാജുവൽ ഡിക്ലൈനിങ് ആണ് ഉണ്ടാകുന്നത്. സ്ട്രോങ് ബേസിന്റെ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ട്രെൻഡ് കിട്ടി. ഇനി അടുത്തത് സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ആണ്. ഓക്കെ, വീക്ക് ബേസ് ആണ്. നോക്കൂ, സ്ട്രോങ് ആസിഡിന്റെ ട്രെൻഡ് നേരത്തെ പറഞ്ഞ അതിന്റെ റെപ്ലിക്കേഷൻ തന്നെ ഒരു ഗ്രാജുവൽ ഡിക്രീസ്. ഓക്കെ, ഒരു ഓൾമോസ്റ്റ് സ്ലോപ്പ് 45 ആംഗിളിൽ കാൻഡിറ്റ വരുന്ന രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കൂ, വീക്ക് ബേസിന്റെ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കർവ് കാണുന്നത്. അത് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് രീതിയിൽ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ആണ്. നോക്കൂ, വീക്ക് ബേസ് നമുക്ക് ന്യൂ ആണ്. ഇവിടെ വീക്ക് ബേസിന്റെ നമ്മൾ കണ്ടു ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്. വീക്ക് ആസിഡിന്റെ പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അതിന്റെ പ്രത്യേകത സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് സ്ലൈറ്റ്ലി ഒരു ഇൻക്രിമെന്റ് ആണ് ഉണ്ടാവുക, ഡ്രാസ്റ്റിക് ഇൻക്രീസ് ഇല്ല. അതായത് സ്ട്രോങ് ബേസിൻ്റെത് കാണിക്കുന്നത് പോലെ ഡ്രാസ്റ്റിക് ഇൻക്രീസ് ഇല്ല, ഒരു സ്ലൈറ്റ്ലി ഇൻക്രിമെന്റ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ നമുക്കറിയാം സ്ട്രോങ് ബേസിൻ്റെത് ഗ്രാജുവൽ ഒരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ്, ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. അപ്പൊ അത് എന്നെ റെപ്ലിക്കേറ്റ് ചെയ്തതാ, ഇയാൾ എന്നെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തു. അപ്പൊ ട്രെൻഡ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് വീക്ക് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ആണ്. നോക്കൂ, സെയിം റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ വീക്ക് ആസിഡ് എവിടെ ഉണ്ട്? ഇതാ ഇവിടെ ഉണ്ട് അല്ലെ, സ്ലോ ഇൻക്രീസ്. വീക്ക് ബേസ് എവിടെ ഉണ്ട്? ഇതാ ഇവിടെ ഉണ്ട്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. സോ ട്രെൻഡ് സെയിം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊട്ടൻഷ്യോമെട്രി നമ്മൾ അവിടെ അനാലിസിസ് നടത്തുന്നത് അനലൈറ്റിന്റെ വോള്യം ആഡ് ചെയ്യുന്നതിന് തോറും നമ്മുടെ ടൈട്രന്റിന്റെ വോള്യം ആഡ് ചെയ്യും തോറും അനലൈറ്റിൽ വരുന്ന പൊട്ടൻഷ്യൽ ചേഞ്ച് ആണ്. നമ്മൾ അവിടെ EMF ആണ് അവിടെ അനാലിസ് ചെയ്യുന്നത്. EMF. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടക്ടൻസ് ആണ്. ഇതിന്റെ ടൈട്രേഷൻ കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെ നമ്മൾ കണ്ടക്ടൻസ് Y ആക്സിസ്, വോള്യൂം ഓഫ് ആൽക്കലി എന്ന് പറയുന്നത് നമ്മൾ ടൈട്രന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വോൾട്ട് ആണ്. EMF Y ആക്സിസിലും വോള്യൂം ഓഫ് NaOH അതും ടൈട്രന്റ് ആണ്.
അപ്പൊ നമുക്ക് ഈ രീതിയിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു എസ് മോഡൽ കർവ് ആണ് കിട്ടുന്നത്. ഈ രീതിയിലുള്ള ഒരു കർവ് ആണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡെൽറ്റ വി ഇ ബൈ വി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു പീക്ക് കിട്ടും. അതാണ് ഇവിടെ തന്നിട്ടുള്ള പീക്ക്. ഓക്കെ, ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആണ് കിട്ടുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെൽ സ്ക്വയർ ഇ ബൈ ഡി ഡെൽ വി സ്ക്വയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡി സ്ക്വയർ ഇ ബൈ ഡി വി സ്ക്വയർ എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇത് 0 വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ എൻ പോയിന്റ്. ദിസ് ഈസ് ദ എൻ പോയിന്റ്. ഈ എൻ പോയിന്റ് ഇവിടെ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പൊ കറക്റ്റ് എൻ പോയിന്റ് കിട്ടി. ഓക്കെ, ഒരു കറക്റ്റ് വാല്യൂ കിട്ടി. ഇറ്റ് കാനോട്ട് ബി 0. ഓക്കെ, അത് 0 അല്ലാത്ത രീതിയിൽ ഒരു വാല്യൂ വരും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ ഡി ഇ ബൈ ഡി വി നോട്ട് ഈക്വൽ ടു 0. ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡി സ്ക്വയർ ഇ ബൈ ഡി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു 0 വാല്യൂ വന്നിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ പലപ്പോഴും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്, പൊട്ടൻഷ്യോമെട്രിക് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സൊല്യൂഷന്റെ pH ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇ എം എഫും അതുപോലെ pH ഉം തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു -0.0591 pH എന്ന് പറയുന്നതാണ്. ഇത് നോർമൽ ഗ്ലാസ് ഇലക്ട്രോഡും ആയിട്ടുള്ള EMF വേരിയേഷൻ. നിങ്ങൾ ഗ്ലാസ് ഇലക്ട്രോഡിനെ ജസ്റ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ജസ്റ്റ് HCl ഒരു അൺനോൺ കോൺസെൻട്രേഷനിൽ HCl ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആ പൊട്ടൻഷ്യോമീറ്റർ നൽകുന്ന EMF-ഉം അതിന്റെ pH-ഉം തമ്മിൽ കോറിലേറ്റ് ചെയ്യാം. ഇനി ഗ്ലാസ് ഇലക്ട്രോഡിനെ നിങ്ങളൊരു കലോമൽ, സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്ത്, that is standard hydrogen electrode coupled with standard calomel electrode. Okay, standard calomel electrode. Appo namukku pH inde equation pH is equal to E cell minus 0.2415 divided by 0.0591 എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ അനലിറ്റിക്കൽ ടെക്നിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അനാലിസിസ് നമ്മുടെ സിലബസിൽ വരുന്നതാണ് TG ആൻഡ് ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന FAAS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം TGA എന്ന് പറയുന്ന ഇറ്റ്സ് യൂസ്ഡ് ഫോർ തെർമൽ അനാലിസിസ്. തെർമൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് TGA എന്ന് പറയുന്നത്. അതിൽ വഴി നമുക്ക് മെറ്റീരിയലിന്റെ തെർമൽ സ്റ്റെബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് ഈ TGA ഇൻസ്ട്രുമെന്റിൽ നിന്ന് കിട്ടുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള TGA കർവ് ആണ്. ഓക്കെ, അപ്പൊ TGA കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് y ആക്സിസിലെ വെയിറ്റ് %, റൈറ്റ്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ 100% ഉണ്ടാവും. പിന്നെ x ആക്സിസിൽ ടെമ്പറേച്ചർ ഉണ്ടാവും. സോ ഇഫ് യു ഹീറ്റ്, നിങ്ങൾ മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്ന തോറും അവിടെ ഡീഗ്രഡേഷന് സാധ്യത വരും. ഓക്കെ, അപ്പൊ മെറ്റീരിയലിന്റെ ഡീഗ്രഡേഷൻ ആണ് ഇവിടെ അനാലിസിസ് ചെയ്യുന്നത്. സോ അപ് ടു വിച്ച് ടെമ്പറേച്ചർ യുവർ മെറ്റീരിയൽ ക്യാൻ കോ എക്സിസ്റ്റ്. ഓക്കെ, അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റും അത് സ്റ്റേബിൾ ആണ്, അത്രയും ടെമ്പറേച്ചർ വരെ അത് തെർമലി സ്റ്റേബിൾ ആണ് എന്നുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്ന 2 ടേമുകളാണ് ഓൺസെറ്റ് ടെമ്പറേച്ചർ, എൻഡ് സെറ്റ് ടെമ്പറേച്ചർ. ഓൺസെറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഡീഗ്രഡേഷൻ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ ആണ്. എൻഡ് സെറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ എൻഡിങ് ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ പലപ്പോഴും ഓൺസെറ്റ് ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ TGA കർവ് ഇനീഷ്യലി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ആയിട്ട് പിന്നെ ആയിരിക്കും അവിടെ ഡിപ്രീസിയേഷൻ സംഭവിക്കുക. ഇവിടെ ഒരു ടാൻജന്റും വരയ്ക്കുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഡിപ്രീസിയേഷനിൽ ഒരു ടാൻജന്റും വരച്ച് അതിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഓൺസെറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഡീഗ്രഡേഷൻ അവസാനിച്ച് നിങ്ങൾക്ക് ഇതുപോലെ താഴെ ഒരു റെസിഡ്യൂ പോയിന്റ് കിട്ടും. ഇതാണ് റെസിഡ്യൂ. ഈ റെസിഡ്യൂവിൽ ഇവിടെ ടാൻജന്റ് വരയ്ക്കുക, അതുപോലെ ഇവിടെ ഈ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് ടാൻജന്റ് വരയ്ക്കുക, അവിടെയാണ് എൻഡ് സെറ്റ് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് TGA ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതിന്റെ കർവാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മൾ ASSല് ഓക്കെ ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമെട്രിയിൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും കോൺസെൻട്രേഷനും അബ്സോർബൻസും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ്
ബീർ ലാംബേർട്സ് ലോ എന്ന് പറയുന്ന ലോ അനുസരിച്ച് അബ്സോർപ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ അബ്സോർപ്ഷൻ കോൺസെൻട്രേഷൻ ഇൻറ്റു പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സൊല്യൂഷൻ ഉള്ള ലെങ്ത് ആണ്. സോ എ ഈസ് ഈക്വൽ ടു അപ്സിലോൺ CL. ഓക്കെ, അപ്സിലോൺ എന്ന് പറയുന്ന മോളാർ അബ്സോർപ്റ്റിവിറ്റി കോഎഫിഷ്യന്റ് ആണ്, റൈറ്റ്. ദിസ് ഈസ് കോൾഡ് ബീർ-ലാംബേർട്സ് ലോ. ജനറലി നമ്മൾ അബ്സോർബൻസിനെയും ട്രാൻസ്മിറ്റൻസിനെയും കോറിലേറ്റ് ചെയ്യുന്നത് എ ഈസ് ഈക്വൽ ടു log 1/t എന്ന് പറയുന്നതാണ്. ട്രാൻസ്മിറ്റൻസും അബ്സോർബൻസും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ absorbance is equal to log 1/t, that is equal to log t എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് t എന്ന് പറയുന്നത് I/I0. I എന്ന് പറയുന്നത് നമ്മുടെ പാസ് ചെയ്തിട്ടുള്ള റേഡിയേഷന്റെ ഇന്റൻസിറ്റി, I0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇന്റൻസിറ്റി. അപ്പൊ 1/t എന്ന് പറഞ്ഞാൽ നേരെ റെസിപ്രോക്കൽ ആവും, I0/I ആവും. അതാണ് ഇവിടെ കൊടുത്തത്. A is equal to log I0/I എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എപ്സിലോൺ LC എന്ന് പറയുന്നതാണ്. കാരണം എപ്സിലോൺ LC എന്ന് പറയുന്നത് ബീർ-ലാംബേർട്സ് ലോ അനുസരിച്ച് A is equal to എപ്സിലോൺ CL എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാം. A is equal to 1/log 1/t, that's equal to log I0/I, that's equal to എപ്സിലോൺ LC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന ടേമില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഫ്ലെയിം അറ്റോമിക് absorption spectrometry. That is FAAS. നോക്കൂ, ഇവിടെ നമ്മൾ ഫ്ലെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലെയിം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ ആ അറ്റോമിക് സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് മെറ്റീരിയലിനെ. എന്നിട്ട് അവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം മെജർ ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൊല്യൂഷൻ സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. ഈ സൊല്യൂഷൻ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അറ്റോമിക് വേപ്പർ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരും. അവിടെ നിന്ന് നമ്മൾ UV വിസിബിൾ റേഡിയേഷൻ കൊടുത്തിട്ട് അതിനെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഉപയോഗിച്ച് അതിനെ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ബേസിക്കലി ചെയ്യുന്നത് ഇതിപ്പോ അറ്റോമിക് വേപ്പർ സ്റ്റേറ്റിലാണ് ഇത്. ഓക്കെ, അറ്റോമിക് സ്റ്റേറ്റ്. അപ്പൊ അറ്റോമിക് സ്റ്റേറ്റിൽ ഇത് എത്തി. അറ്റോമിക് സ്റ്റേറ്റിൽ നമ്മൾ അത് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് അവിടെ കുറച്ച് കാര്യങ്ങൾ, നെബുലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷനിലുള്ള ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് നെബുലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്ലെയിമിൽ നിന്ന് അവിടെ അത് എന്താവുന്നു? അറ്റോമിക് സ്റ്റേറ്റിലോട്ട് എത്തുന്നു. അങ്ങനെ അറ്റോമിക് സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് ഇതിനെ UV റേഡിയേഷനുമായിട്ട് ഇറാഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. അപ്പൊ അവിടെ അബ്സോർപ്ഷൻ, ഏത് റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്നുള്ളത് അതിനെ ഡിറ്റക്ടർ ഉപയോഗിച്ച് നമ്മൾ അത് മെഷർ ചെയ്യുന്നു. നമുക്കറിയാം UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത്. അതിന്റെ മീൻസ് എസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓരോ ടേമോ അത് എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഹൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റിലേറ്റഡ് ടു വേരിയൻസ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ആൻസർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞോളൂ. ABCD ഏത് ഓപ്ഷൻ ആണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 1/, വേരിയൻസ് ഉണ്ട്. 1/, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് എന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ നേരത്തെ കണ്ടു, ദാറ്റ് ഈസ് സിഗ്മ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് variance, അല്ലേ? Do square both sides, so you will get sigma square, that is standard deviation square is equal to variance. Okay, ചെറിയൊരു ട്രിക്കിലൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, ചെറിയൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടതുണ്ടാവും.
So correct answer is option B. Okay. Another question. Which one of the following conductometric titration will show a linear increase of the conductance with the volume of the titrant added up to the break point and an almost constant conductance afterwards? അതായത് നിങ്ങൾ ടൈട്രേഷൻ നടത്തുന്ന സമയത്ത് ആദ്യം ഒരു ലീനിയർ ഇൻക്രീസ് കണ്ടു. ഓക്കെ, പതിയെയുള്ള ലീനിയർ ഇൻക്രീസ് കണ്ടു. അങ്ങനെ ഒരു ബ്രേക്ക് പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയതിന് ശേഷം പിന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടക്ടൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ പറയപ്പെടുന്ന ഇത് ആക്ച്വലി ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ titration curve. So you need to identify which titration is being conducted. ഓക്കെ, അപ്പൊ ഏത് ടൈട്രേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി സ്ട്രോങ് ആസിഡ് വിത്ത് വീക്ക് ബേസ്, ഓപ്ഷൻ സി എ വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ്, ഓപ്ഷൻ ഡി എ വീക്ക് ആസിഡ് വിത്ത് വീക്ക് ബേസ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ കർവ് ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ടൻസ് ജി ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഇത് വോളിയം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഇവിടെ ലീനിയർ ഇൻക്രീസ് ആണ് പറഞ്ഞത്. അപ്പൊ ചെറിയൊരു ഇൻക്രീസ് ഇങ്ങനെ കൊടുത്തു. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം പറയപ്പെട്ട രീതിയിലുള്ള എന്തില്ല, ഇൻക്രിമെന്റ് ഇല്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ട്രോങ് ആസിഡിൻ്റെത് ഗ്രാജുവലി ഡിക്രീസ് ആണ്, റൈറ്റ്? അപ്പൊ ആസിഡിന്റെ കേസിൽ ഇൻക്രീസ് വരുന്നത് ഒരേ ഒരാളുള്ളൂ, അതാരാണ്? വീക്ക് ആസിഡ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീക്ക് ബേസ് ആണ്. അതുകൊണ്ട് ഇത് വീക്ക് ആസിഡ് വിത്ത് വീക്ക് ബേസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ in the curve of EMF versus volume of the titrant added, the equivalence point is indicated by option A. ഇവിടെ കൊടുത്തതിൽ ഉദ്ദേശിക്കുന്നത് DE by DV. Okay, DE by DV is equal to 0. D square E by DV square is equal to 0. Option B, DE by DV is equal to 0. ഇവിടെ എ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്, DE by DV is equal to 0. D square E by DV square is equal to 0. Option B, DE by DV is equal to 0. Option D square E by DV square greater than 0. Option C, DE by DV greater than 0. D square E by DV square is equal to 0. Option D, DE by DV greater than 0. D square E by DV square greater than 0. Okay. ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? നമ്മുടെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ കർവില് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഏത് ഓപ്ഷനൊക്കെ ആദ്യം കളയാമെന്ന് പറഞ്ഞു നോക്കൂ. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടു ആ ട്രെൻഡ്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ കളയാം? ഏത് ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് കളയാം? നമ്മുടെ കർവ് ഒന്ന്, നേരത്തെ കർവ് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇതിൽ എന്ത് സീറോ ആവുന്നില്ല? എന്ത് സീറോ ആവുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്? DE by DV നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അത് സീറോ ആവുന്ന കേസ് വരുന്നില്ല. അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ അവിടെ ഉണ്ട് അല്ലെ? ഇവിടെ പീക്ക് നോക്കിയേ അല്ലെ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അപ്പൊ തന്നിട്ടുള്ളതിൽ നിന്ന് ഏതൊക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് കളയാം? വളരെ സിംപ്ലി DE by DV ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓപ്ഷൻ കളയാൻ പറ്റും. DE by DV ഈസ് ഈക്വൽ ടു 0 ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പറയാം DE by DV ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഓപ്ഷൻ ആവില്ല. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരാളെ കാര്യം കൂടെ നോക്കേണ്ടത്, D square E by DV square. D square E by DV square എന്താണ് വരുന്നത്? D square E by DV square നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? D square E by DV square എന്ന് പറയുന്നത് 0 ആവാം. ഓക്കെ,
അതിൽ എൻ പോയിന്റിൽ കറക്റ്റ് ഇവിടെ 0 വാല്യൂ വരാം. 0 വാല്യൂ വരാം. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. DE/dV greater than 0, right? Then D² E/dV² എന്ന് പറയുന്നത് അത് 0 വരും. ഓക്കെ.